സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് അടുത്ത 3 മണിക്കൂറിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, മഴ മുന്നറിയിപ്പുകൾ എപ്രകാരമാണ്? രോഹിണി, നിലവിൽ അടുത്ത 3 മണിക്കൂറിലെ മഴ മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിലാണ് കേരളത്തിലെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടി മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. എങ്ങും യെല്ലോ അലർട്ട്, അതായത് തീവ്ര മഴ മുന്നറിയിപ്പോ അല്ലെങ്കിൽ അതിശക്ത മഴ മുന്നറിയിപ്പോ നിലവിൽ ഒരു ജില്ലകളിലുമില്ല. എന്നാൽ എല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പും കാണുന്നുണ്ട്. മറ്റ് ഈ പറഞ്ഞ ജില്ലകളിൽ ഇടത്തരം മഴയ്ക്ക്, അതായത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ സാധ്യതയുണ്ടെന്നും ആണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ 30 കിലോമീറ്റർ വേഗതയിൽ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലും മഴ ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലും അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിലും മഴ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും ചിലയിടങ്ങളിൽ, ജില്ലയിലെ തന്നെ ഏതാനും ഇടങ്ങളിൽ, അതായത് മലയോര മേഖലകളിലൊക്കെ മഴയുണ്ടെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ചൂടിന് 2 ദിവസമായി കുറച്ച് ആശ്വാസമുണ്ട് ഇങ്ങനെ മഴ ലഭിക്കുന്നത് കൊണ്ട് എന്നതാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം വേനൽ ചൂട് കടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില ഉയരും, അതായത് 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നു. എന്തായാലും ഇതൊക്കെ മുന്നിൽ കണ്ട് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇപ്പോഴുണ്ടായ മഴ ഒരു വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത്. എന്തായാലും അതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു മുന്നറിയിപ്പും. ഇനി മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകുക, അതായത് ഈ അതിതീവ്ര മഴ മുന്നറിയിപ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതകൾ പാലിക്കേണ്ടതായിട്ടുള്ള മുന്നറിയിപ്പൊന്നുമില്ല. മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ഈ ജാഗ്രതാ നിർദ്ദേശത്തിൽ നിലവിലെ ഒരു മുന്നറിയിപ്പിൽ പറയുന്നത്. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.